ഇപ്പോൾ വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിമർശനം എന്ന നിലയിൽ കാണേണ്ടതില്ല. ആ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതങ്ങനെയല്ല. ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നത് മാത്രമല്ല, അതിനു മുൻപേ ഞാനുമൊക്കെ ആയിട്ട് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളൊരു നേതാവാണ്. നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അദ്ദേഹം ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം തീർച്ചയായും ഇപ്പോൾ നേതാക്കന്മാരെ സംബന്ധിച്ച്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്, അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിമർശനങ്ങളൊക്കെ നല്ലതാണെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ അദ്ദേഹം ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് പറയുന്ന ആളാണ്. നെഹ്റു ശങ്കറിനോട് പറഞ്ഞ പ്രശസ്തമായൊരു വാചകം ഡോണ്ട് സ്പെയർ മീ, വിമർശനങ്ങളിൽ എന്നെ ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടാണല്ലോ ഞാനൊരു അഭിപ്രായം പങ്കുവച്ചത്. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വാചകത്തിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് വരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റിൽ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് എന്നൊരു വാദമുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ മുൻപ് വന്നിട്ടുള്ള MLA ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. അത് എന്തുകൊണ്ട് വന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും അതിനുണ്ടാകാം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിമർശനമല്ല. ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റി ആണെന്നും അതിനൊരു സാമൂഹിക മൂലധനമുണ്ടെന്നും അതൊരു സാമൂഹികമായൊരു അധികാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കുമെതിരെയുള്ള വ്യക്തിപരമായ വിമർശനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു വലിയ ദളിത് വൈജ്ഞാനികതയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന KK കൊച്ചിൻ്റെ വീട് ഞാൻ അദ്ദേഹം കൂടി ഒരുമിച്ച് സന്ദർശിച്ച ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നെഹ്റുവിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ അംബേദ്കറിനെ കുറിച്ച് അത്ര വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി വായിക്കണം. അത് വളരെ സതുദ്ദേശപരമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണ തിരക്കുകൾക്കിടയിലും വായനയ്ക്ക് സമയം കണ്ടെത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അംബേദ്കറെ വായിക്കാൻ അധിക സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് ഇത്തരം വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലാണത് പറഞ്ഞത്. അല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞത് അഫിഡവിറ്റിൽ കൊടുത്ത ഒന്നാണ്. അതെന്താണെന്ന് അദ്ദേഹം പറയുമായിരിക്കും, അദ്ദേഹം വിശദീകരിക്കേണ്ട ഒന്നാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് മറുപടി പറയുക എന്നതിനേക്കാളും അതൊരു ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എത്ര ലിബറലാണ്, നമ്മൾ എത്ര പുരോഗമനവാദിയാണ് എന്നൊക്കെ പറയുമ്പോഴും അവരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജാതി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ജാതിക്കെതിരാണ്. വി ഡി സതീശൻ എന്ന നേതാവിനെതിരെ വ്യക്തിപരമായൊരു വിമർശനമേ അല്ല, ആ നിലയ്ക്ക് ആരും അതിനെ തിരിച്ചുവിടരുത് എന്നുള്ളൊരു അപേക്ഷയോ അഭ്യർത്ഥനയുണ്ട്. അത് ജാതിക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അല്ല, അല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ സമയത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരൊക്കെ നിലപാടെടുത്തപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ വാചകമാണ് എൻ്റെ മുൻപിലുള്ളത്. അതാണ് മാതൃക. വി ഡി സതീശൻ പറഞ്ഞ എന്താ, സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ ലൈക്കും കമൻറ്റും നോക്കിയ ആവരുത് നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അത് ഞാൻ ആവർത്തിക്കുകയാണ്. വി ഡി സതീശൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലെ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ആവില്ല നിലപാട്. കടലിളകി വന്നാലും ആ ബോധ്യങ്ങളിൽ മാറ്റമില്ല എന്ന് പറയുന്നത് മാതൃകാപരമാണ്. നമ്മുടെ ബോധ്യങ്ങളാണ്, നമ്മുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ, രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്ന വാചകം സമീപകാലത്ത് മലയാളിയെ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, അതിനുവേണ്ടി ശബ്ദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത്രയേ ഉള്ളൂ.